നമസ്കാരം. ഈ ദുരന്തം പ്രകൃതി മാത്രം സൃഷ്ടിച്ചതാണോ? അതോ ചില ഒപ്പുകൾ വൈകിയതും ചില ഫയലുകൾ കെട്ടിക്കിടന്നതും ചില കമ്പനികളുടെ ലാഭക്കൊതിയും ചേർന്നാണ് മനുഷ്യരെ ജീവനോടെ മണ്ണിനടിയിലാക്കിയത്? കള്ളാടിയിലെ ദുരന്തത്തിന് പിന്നിലെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഇപ്പോൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. വയനാടിന്റെ മണ്ണ് വീണ്ടും കരഞ്ഞു. മഴ പെയ്തത് പ്രകൃതിയുടെ ഭാഗമായിരുന്നു. പക്ഷേ ആ മഴയെ മരണമായി മാറ്റിയത് മനുഷ്യരുടെ അനാസ്ഥയാണെന്ന ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത്. ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെട്ടു. കോർപ്പറേറ്റ് കമ്പനികൾ സുരക്ഷയേക്കാൾ ഓഹരി വിലയ്ക്ക് പ്രാധാന്യം നൽകിയോ? ഗാഡ്ഗിൽ റിപ്പോർട്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അപകട സാധ്യതകൾ വീണ്ടും യാഥാർത്ഥ്യമായോ? കള്ളാടി ദുരന്തത്തെക്കുറിച്ചുള്ള പുതിയ രേഖകളും വെളിപ്പെടുത്തലുകളും നോക്കുമ്പോൾ ഇതൊരു പ്രകൃതി ദുരന്തത്തിന്റെ കഥ മാത്രമല്ല, ഭരണകൂടത്തിന്റെ വീഴ്ചയും വികസനത്തിന്റെ പേരിൽ നടന്ന അശാസ്ത്രീയ ഇടപെടലുകളും പരിസ്ഥിതിയെ അവഗണിച്ച രാഷ്ട്രീയ തീരുമാനങ്ങളും ചേർന്നെഴുതിയ ഒരു മനുഷ്യനിർമ്മിത ദുരന്തത്തിന്റെ കഥ കൂടിയാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കള്ളാടി ദുരന്തത്തിന്റെ പിന്നിലെ മുഴുവൻ സത്യങ്ങളുമാണ്. കള്ളാടിയിൽ മനുഷ്യജീവനുകൾ മണ്ണിനടിയിലാവുകയും നാട് വൻ ദുരന്ത ഭൂമിയാകുകയും ചെയ്തപ്പോൾ പുറത്തുവരുന്നത് സർക്കാർ തലത്തിലെ ഉദ്യോഗസ്ഥ അനാസ്ഥയുടെയും കോർപ്പറേറ്റ് കമ്പനിയുടെയും ലാഭക്കൊതിയുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സ്പെഷ്യൽ സെക്രട്ടറി കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടും ചുവപ്പ് നാടയിൽ കുടുങ്ങി തീരുമാനങ്ങൾ വൈകിയതാണ് മേപ്പാടിയെ കണ്ണീരിലാഴ്ത്തിയത്. അതേസമയം ദുരന്തമുഖത്ത് സ്വന്തം ജീവനക്കാരെ തിരയുന്നതിനേക്കാൾ ഓഹരി വിപണിയിലെ തകർച്ച ഒഴിവാക്കാൻ ബോംബെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് വിശദീകരണം നൽകാനാണ് കരാർ കമ്പനിയായ ദിലീപ് ബിൽകോൺ ലിമിറ്റഡ് തിടുക്കം കാട്ടിയത്. കള്ളാടിയിലുണ്ടായ അപകടം അപ്രതീക്ഷിതമല്ലായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ് ജൂൺ 25 ചേർന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ. പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അദീല അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ പദ്ധതി പ്രദേശത്ത് ഭീമാകാരമായ അളവിൽ മണ്ണ് കൂട്ടിയിടുന്നത് മഴക്കാലത്ത് മണ്ണൊലിപ്പിനും ഭൂമിയുടെ ചരിവ് വ്യതിയാനത്തിനും സോയിൽ പൈപ്പിംഗ് പോലുള്ള വൻ അപകടങ്ങൾക്കും കാരണമാകുമെന്ന് കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഏകദേശം 1,00,000 ക്യൂബിക് മീറ്റർ മണ്ണ് താൽക്കാലികമായി സൂക്ഷിക്കാൻ സ്ഥലമില്ലെന്നും ഇതിനായി വാടക നൽകാൻ തയ്യാറാണെന്നും കൊങ്കൺ റെയിൽവേ അറിയിച്ചിരുന്നു. തുടർന്ന് മണ്ണ് നീക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള റോയൽറ്റി ഫീസ് ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള സാങ്കേതിക ചർച്ചകളിൽ ഉടക്കി തുടർ നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ വൈകുകയായിരുന്നു. ഈ ചുവപ്പ് നാടയാണ് ഒടുവിൽ നിരപരാധികളുടെ ജീവനെടുത്ത ദുരന്തമായി മാറിയത്. ഇതിനു പുറമെ പ്രതിദിന മഴയുടെ അളവ് 250 മില്ലിമീറ്ററിൽ കൂടുതലായാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കണമെന്നും അതിശക്തമായ മഴയുണ്ടായാൽ താഴെ മീനാക്ഷി പാലത്തിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങളെ കമ്പനിയുടെ ചെലവിൽ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കണമെന്നും ജൂൺ 25 യോഗത്തിൽ തീരുമാനിച്ചിരുന്നതാണ്. വയനാട്ടിൽ 24 മണിക്കൂറിൽ 265 മില്ലിമീറ്റർ കനത്ത മഴ പെയ്തിട്ടും ഈ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ ജില്ലാ ഭരണകൂടമോ തദ്ദേശ സ്ഥാപനങ്ങളോ തയ്യാറായില്ല. എക്സ്ചേഞ്ചുകൾക്ക് മുന്നിൽ കൈകൂപ്പി കമ്പനി മേപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാതയുടെ പ്രധാന നിർമ്മാണ ചുമതലയുള്ള ഭോപ്പാൽ ആസ്ഥാനമായിട്ടുള്ള ദിലീപ് ബിൽകോൺ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ നടപടികൾ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്താനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പ്രഥമ പരിഗണന നൽകുന്നുണ്ടെന്ന് കമ്പനി വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ദുരന്ത വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കമ്പനി ആദ്യം വിവരമറിയിച്ചതും വിശദീകരണം നൽകിയതും മുംബൈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്കാണ്. ഓഹരി മൂല്യം ഇടിയുമെന്ന ഭയമാണ് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരുടെ ജീവനേക്കാൾ വലുതായി കമ്പനി കണ്ടെന്ന വിമർശനം ഇതോടെ ശക്തമായി. ബാധകമായ എല്ലാ എഞ്ചിനീയറിംഗ്, സുരക്ഷാ, പരിസ്ഥിതി അനുമതികളും മാനദണ്ഡങ്ങളും കർശനമായി പാലിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് കമ്പനി സെക്രട്ടറി അഭിഷേക് ശ്രീവാസ്തവ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് നൽകിയ കത്തിൽ അവകാശപ്പെടുന്നു. സുപ്രീം കോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് പണിയെന്നും ഖനനം ചെയ്യുന്ന വസ്തുക്കൾ അംഗീകൃത മാനദണ്ഡ പ്രകാരമാണ് കൈകാര്യം ചെയ്യുന്നതെന്നും കമ്പനി വിശദീകരിച്ചു. എന്നാൽ നിർമ്മാണ സൈറ്റിൽ 60 മീറ്റർ വീതിയിലും 30 മീറ്റർ ഉയരത്തിലും വെട്ടിയെടുത്ത മണ്ണ് സുരക്ഷിതമായി മാറ്റാതെ തൊട്ടുമുകളിൽ കൊന്നുകൂട്ടിയിടുകയാണ് കമ്പനി ചെയ്തത്. കുത്തനെയുള്ള ഈ മൺതിട്ടകൾ ഇടിയാതിരിക്കാൻ താൽക്കാലികമായി കോൺക്രീറ്റ് പ്ലാസ്റ്ററിംഗ് നടത്തുകയും മുകളിൽ ടാർപോളിൻ ഇട്ട് മൂടുകയും മാത്രമാണ് ചെയ്തത്. മഴയിൽ ഈ താൽക്കാലിക പ്രതിരോധം തകർന്ന് കുഴമ്പ് രൂപത്തിൽ താഴേക്ക് പതിച്ചതാണ് ദുരന്തത്തിന് കാരണം. കൊങ്കണിന്റെ മറവിൽ സ്വകാര്യ കമ്പനികളുടെ വീഴ്ച. 1736.45 കോടി രൂപയുടെ പദ്ധതിയുടെ പൂർണ്ണ ചുമതല പൊതുമേഖലാ സ്ഥാപനമായ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണെങ്കിലും 1341 കോടി രൂപയ്ക്ക് തുരങ്ക നിർമ്മാണത്തിന് ഉപകരാർ എടുത്ത
ഭോപ്പാൽ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ 160 കോടി രൂപയ്ക്ക് റോഡ് നിർമ്മാണത്തിന് കരാറെടുത്ത റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ സ്വകാര്യ കമ്പനികളുടെ ഗുരുതരമായ വീഴ്ചകളാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റി നിർദ്ദേശിച്ച വിദഗ്ധ സമിതി കൃത്യമായ നിരീക്ഷണം നടത്തിയിരുന്നോ എന്നതും വ്യക്തമല്ല. വന്യജീവികളുടെ സംരക്ഷണത്തിന് കൃത്യമായ വ്യവസ്ഥകൾ വെച്ച അധികൃതർ പാവപ്പെട്ട തോട്ടം തൊഴിലാളികളുടെ ജീവന് എന്ത് സുരക്ഷയാണ് ഉറപ്പാക്കിയതെന്ന ചോദ്യത്തിനു മുന്നിൽ കരാർ കമ്പനിയും ഭരണകൂടവും ഒരുപോലെ പ്രതിക്കൂട്ടിലാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് വീണ്ടും ചർച്ചയാകുന്നത് എന്തുകൊണ്ട്? ഈ ദുരന്തത്തിന് പിന്നാലെ വീണ്ടും ഉയരുന്നത് ഒരു പഴയ പേരാണ്, ഗാഡ്ഗിൽ റിപ്പോർട്ട്. 2011 പശ്ചിമഘട്ട സംരക്ഷണത്തിനായി രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടാണിത്. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ സമിതി പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി അതീവ ദുർബലമാണെന്നും നിയന്ത്രണമില്ലാത്ത ഖനനം, മലവെട്ടൽ, വലിയ നിർമ്മാണ പദ്ധതികൾ, വനനശീകരണം എന്നിവ വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ പരിസ്ഥിതി അതീവ സെൻസിറ്റീവ് മേഖലയെ പ്രഖ്യാപിക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. എന്നാൽ അന്ന് എന്താണ് സംഭവിച്ചത്? റിപ്പോർട്ടിനെതിരെ ശക്തമായ രാഷ്ട്രീയ പ്രതിഷേധമുയർന്നു. കർഷകരെ ഒഴിപ്പിക്കുമെന്ന് പ്രചാരണം നടന്നു. അവസാനം റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പായില്ല. പിന്നീട് കസ്തൂരി രംഗൻ സമിതി രൂപീകരിക്കപ്പെട്ടു. ആ സമിതി ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ പല ശുപാർശകളും ഇളവ് ചെയ്ത് പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അതിനുശേഷവും പശ്ചിമഘട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും മലവെട്ടലും ഖനനവും പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ടില്ല. 2018, 2019, 2024 ഇനി കള്ളാടി. കേരളം പലതവണ മണ്ണിടിച്ചിലുകൾ കണ്ടു. 2018 പ്രളയം, 2019 കവളപ്പാറ, പുത്തുമല, 2024 മേപ്പാടി, മുണ്ടക്കൈ ദുരന്തം, ഇപ്പോൾ കള്ളാടി. ഓരോ ദുരന്തത്തിനും ശേഷം ഒരേ ചർച്ച. ഗാഡ്ഗിൽ റിപ്പോർട്ട് കേട്ടിരുന്നെങ്കിൽ. എന്നാൽ ദുരന്തം അവസാനിക്കുമ്പോൾ ചർച്ചയും അവസാനിക്കുന്നു. വികസനത്തിന്റെ പേരിൽ മലകൾ വെട്ടപ്പെടുന്നു. വീണ്ടും പ്രകൃതിയുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെടുന്നു. ദുരന്തമുണ്ടായ ഉടൻ തന്നെ കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡിന്റെ നടപടിയും കടുത്ത വിമർശനത്തിന് വഴിവെച്ചിരിക്കുകയാണ്. കാണാതായ തൊഴിലാളികളെ കണ്ടെത്തുന്നതിന് മുൻപേ കമ്പനി വിശദീകരണം നൽകിയതും ആദ്യം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ കാണാം. ഓഹരി വില ഇടിയാതിരിക്കാൻ വേണ്ടിയാണോ ഈ തിരക്ക് എന്ന ചോദ്യമാണ് ഉയരുന്നത്. കമ്പനി പറയുന്നത് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് നിർമ്മാണം നടത്തിയതെന്നാണ്. പക്ഷേ സ്ഥലത്തിന്റെ ചിത്രങ്ങൾ മറ്റൊരു കഥ പറയുന്നു. ഏകദേശം 30 മീറ്ററിലധികം ഉയരത്തിൽ മണ്ണ് കുന്നുകൂട്ടി താൽക്കാലിക കോൺക്രീറ്റ് പ്ലാസ്റ്ററിങ്ങും ടാർപോളിനും മാത്രമായിരുന്നു സംരക്ഷണം. അതിശക്തമായ മഴയിൽ അത് തകർന്നു. മണ്ണ് കുഴമ്പായി താഴേക്ക് പതിച്ചു. അതാണ് ദുരന്തത്തിന് പ്രധാന കാരണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? കൊങ്കൺ റെയിൽവേ, കരാർ കമ്പനി, ഉപകരാർ കമ്പനി, ജില്ലാ ഭരണകൂടം, സർക്കാർ, എല്ലാവർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഉത്തരവാദിത്തം പറഞ്ഞാൽ മാത്രം മതിയോ? അവർക്ക് നീതി ലഭിക്കുമോ? മുന്നറിയിപ്പുണ്ടായിട്ടും അത് നടപ്പാക്കാത്തവർ ആരൊക്കെയാണ്? അത് കണ്ടെത്താതെ ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തുവരില്ല. കള്ളാടിയിലെ മണ്ണിടിച്ചിൽ പ്രകൃതി സൃഷ്ടിച്ച ഒരു ദുരന്തം മാത്രമായിരുന്നു? അല്ലെങ്കിൽ വർഷങ്ങളായി അവഗണിക്കപ്പെട്ട ഗാഡ്ഗിൽ റിപ്പോർട്ടും ഉദ്യോഗസ്ഥരുടെ ഫയൽ വൈകിപ്പിക്കലും സുരക്ഷയേക്കാൾ ലാഭത്തിന് മുൻതൂക്കം നൽകിയ കോർപ്പറേറ്റ് സമീപനവും ഇവയെല്ലാം ചേർന്നുണ്ടാക്കിയ മനുഷ്യനിർമ്മിത ദുരന്തമായിരുന്നു? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക അന്വേഷണ ഏജൻസികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇനി ഒരിക്കലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹം എന്ന നിലയിൽ നാം എന്താണ് പഠിക്കുന്നത് എന്നതും അത്ര തന്നെ പ്രധാനമാണ്. കാരണം പ്രകൃതി മുന്നറിയിപ്പ് നൽകും, പക്ഷേ മനുഷ്യൻ അത് അവഗണിക്കുമ്പോഴാണ് ദുരന്തങ്ങൾ ചരിത്രമാകുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.